മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും. ചരിത്രത്തിൽ ആദ്യമായാണ് ഞായറാഴ്ച ബജറ്റ് അവതരിപ്പിക്കുന്നത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. രാജ്യമേറെ പ്രതീക്ഷയിലാണ്. ഞായറാഴ്ച അവതരിപ്പിക്കുന്ന ഒരു ബജറ്റ് ഓഹരി വിപണികളൊക്കെ ഇന്ന് പതിവ് പോലെ പ്രതീക്ഷിക്കും. ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിനൊക്കെ ഒരുപാട് ഊന്നൽ നൽകും എന്ന് പറയുന്നു. ഒപ്പം തന്നെ ബജറ്റിൽ ഏറെ ശ്രദ്ധ കൊടുക്കുന്ന ചില സെക്ടേഴ്സും ഉണ്ടല്ലോ ഇത്തവണ. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഇന്ന് പൊതുബജറ്റാണ്. രാജ്യത്തിൻ്റെ സ്വതന്ത്ര ഇന്ത്യയുടെ 88ാമത് ബജറ്റാണ് ഇന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നത്. ഒട്ടേറെ പ്രത്യേകതകൾ ഇന്നത്തെ ഈ ബജറ്റ് അവതരണത്തിനും ഉണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ധനമന്ത്രി എന്ന നിലയിൽ തുടർച്ചയായി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന 9ാമത്തെ ബജറ്റാണ് ഇത്. ഇതൊരു റെക്കോർഡാണ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഒപ്പം തന്നെ ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ ഞായറാഴ്ച അവതരിപ്പിക്കുന്ന ബജറ്റ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇത് രണ്ടാം തവണയാണ് ഇത്തരത്തിൽ ഞായറാഴ്ച ഒരു പൊതു ബജറ്റ് അവതരിപ്പിക്കുന്നത്. നേരത്തെ 99-ൽ ഞായറാഴ്ച ബജറ്റ് അവതരിപ്പിച്ചിരുന്നു. ഇന്ന് ഓഹരി വിപണികൾ എല്ലാം തന്നെ ഞായറാഴ്ചയായിട്ടും തുറന്ന് പ്രവർത്തിക്കും എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ രാജ്യം ഒട്ടേറെ കാര്യങ്ങൾ കാത്തിരിക്കുകയാണ്. വികസിത് ഭാരത് 2047 എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പായിരിക്കും ഇത്തവണത്തെ ബജറ്റ് എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നത്. നേരത്തെ പുറത്തു വന്ന സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ ദീർഘകാല വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാകും. അതിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ തന്നെയാണ്. രാജ്യത്ത് പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ മേഖലയിലും കിഴക്കൻ മേഖലയിലും ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഇനിയും ഏറെ മെച്ചപ്പെടേണ്ടതുണ്ട്. ഇക്കാര്യത്തിനായുള്ള എന്തെല്ലാം പദ്ധതികൾ, പുതിയ പദ്ധതികൾ ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാകും. ഒപ്പം തന്നെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടാകും. US-ന്റെ തീരുവ യുദ്ധത്തെ മറികടക്കാൻ ഈ ബജറ്റിൽ ധനമന്ത്രി എന്തെല്ലാം കരുതി വച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. അതിലൊന്ന് രാജ്യത്തിൻ്റെ GDP വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമാണ്. അത് ഈ വികസിത് ഭാരത് 2047 ലക്ഷ്യത്തിലേക്കും അത് അത്യാവശ്യമാണ് എന്നതുകൊണ്ട് തന്നെ ഇതിനായുള്ള എന്തെല്ലാം കാര്യങ്ങൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. കൂടാതെ സാങ്കേതിക മേഖലയിലെ വികസനത്തിനായുള്ള പ്രത്യേക പദ്ധതികൾ ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ കാർഷിക മേഖല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് കാർഷിക മേഖല. കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ ഊന്നി തന്നെയാണ് ഇന്ത്യയുടെ ഗ്രാമീണ മേഖല മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കർഷകർക്കായുള്ള പ്രത്യേക പദ്ധതികൾ, കാർഷിക മേഖലയിലെ സാങ്കേതികവൽക്കരണം എന്നിവയ്ക്കായുള്ള ചില പദ്ധതികൾ ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയതായുള്ള സൂചന ലഭിക്കുന്നുണ്ട്. ആദായ നികുതി സ്ലാബുകളിൽ ഇത്തവണ കാര്യമായ മാറ്റം ഉണ്ടായേക്കില്ല എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന സൂചനകൾ. അതേസമയം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപയിൽ നിന്നും 1 ലക്ഷമാക്കി ഉയർത്തണം എന്നുള്ള ആവശ്യം നേരത്തെ ഉയർന്നു വന്നിരുന്നു. ഇത് ബജറ്റിൽ പരിഗണിക്കപ്പെടുമോ എന്നുള്ളതും കാത്തിരുന്ന് അറിയേണ്ട ഒരു കാര്യമാണ്. ഇതോടൊപ്പം തന്നെയാണ് വികസിത് ഭാരത് 2047 സങ്കല്പം യാഥാർത്ഥ്യമാക്കാൻ ബാങ്കിംഗ് മേഖല ശക്തമാക്കേണ്ടത് ആവശ്യമാണ്. ഈ പൊതുമേഖലാ ബാങ്കുകളെ ശക്തമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഈ ബജറ്റിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പൊതുമേഖലാ ബാങ്കുകളെ പരിവർത്തനം ചെയ്യാൻ പ്രത്യേക പദ്ധതികൾ ഈ ബജറ്റിൽ ഉണ്ടായേക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക പദ്ധതികൾ അല്ലെങ്കിൽ ഈ പ്രതിരോധ മേഖലയ്ക്കായി കൂടുതൽ ഫണ്ട് നീക്കിവെക്കാനുള്ള സാധ്യതയും കണക്കാക്കപ്പെടുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഉണ്ടായ ഈ ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള പശ്ചാത്തലത്തിൽ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണികൾ ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ട് പ്രതിരോധ മേഖലയിൽ സാങ്കേതികവൽക്കരണം നടപ്പാക്കണമെന്ന ആവശ്യം ശക്തമായി തന്നെ ഉയർന്നിട്ടുണ്ട്. ഇത് കണക്കാക്കിയുള്ള പ്രത്യേക പദ്ധതികളും ഉണ്ടാകും. ഇതോടൊപ്പം രാജ്യം ഉറ്റുനോക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പോണ്ടിച്ചേരി സംസ്ഥാനങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ എന്തെല്ലാം ഈ പദ്ധതികൾ ഈ സംസ്ഥാനങ്ങൾക്കായി കരുതി വയ്ക്കും എന്നുള്ളത് ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ബജറ്റിൽ ബീഹാറിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതായിരുന്നു. ബീഹാറിന് ഒട്ടേറെ പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു. വ്യവസായങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബീഹാറിനായി പ്രഖ്യാപിച്ചിരുന്നു. ഈ ഒരു സാഹചര്യം നിലനിൽക്കെ BJP ലക്ഷ്യം വയ്ക്കുന്ന സംസ്ഥാനങ്ങളാണ് ഈ 5 തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന 5 സംസ്ഥാനങ്ങളും. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനങ്ങൾക്കായുള്ള പ്രത്യേക പദ്ധതികൾ ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയേക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബജറ്റിന്റെ
പരിഗണനയ്ക്കായി 29 ആവശ്യങ്ങൾ അടങ്ങിയ ഒരു കത്ത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് നൽകിയിട്ടുണ്ട്. 21,000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ്, കൂടാതെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇടനാഴി, റെയർ എർത്ത് കോറിഡോർ, മനുഷ്യമൃഗ സംഘർഷം കുറയ്ക്കാനായി കൃഷിനാശം തടയാനുമായി പദ്ധതികൾക്കായി 1000 കോടി സഹായം, കൂടാതെ കേരളത്തിൻ്റെ കാലങ്ങളായുള്ള ആവശ്യമായ എയിംസ് അടക്കമുള്ള കാര്യങ്ങൾ കേരളം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഈ ആവശ്യങ്ങളിൽ എന്ത് നിലപാട് ഈ ബജറ്റിൽ ഉണ്ടാകുമെന്ന് കേരളവും കാത്തിരിക്കുകയാണ്. ക്രിസ്റ്റീന. ബൽറാം, ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ചില സംസ്ഥാനങ്ങളുണ്ടല്ലോ. കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. കേരളത്തില്, ബംഗാളില്, തമിഴ്നാട്ടില് ഒക്കെ. അപ്പോൾ നമുക്കറിയാം, മുൻപ് ബീഹാറിലും ഡൽഹിയിലും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ സംസ്ഥാനങ്ങൾക്ക് അനുകൂലമായി വാരിക്കോരിയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പരിഗണിച്ചെങ്കിലും ഇത്തവണ കേരളത്തിനൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ ബജറ്റിൽ ഉണ്ടാകും എന്ന് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ മട്ടിൽ ഈ തെരഞ്ഞെടുപ്പ് സംസ്ഥാനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പ്രത്യേകമായി ബജറ്റിൽ ഉണ്ടാകുമോ? ക്രിസ്റ്റീന, തീർച്ചയായും അത്തരത്തിലൊരു പ്രതീക്ഷ രാജ്യത്തിന് തന്നെയുണ്ട്. കാരണം ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ബജറ്റിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് ബീഹാറിന് ഊന്നൽ നൽകുന്നതായിരുന്നു. ബീഹാറിനായുള്ള പ്രത്യേക പദ്ധതികൾ അടക്കമുള്ളവ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. വലിയ തുക തന്നെ ഉൾപ്പെടുന്ന പദ്ധതികൾ ബീഹാറിനായി മാറ്റിവെച്ചിരുന്നു. ആ ഒരു പ്രതീക്ഷ ഇത്തവണയും ഉണ്ട്. പ്രത്യേകിച്ച് കേരളവും തമിഴ്നാടും പശ്ചിമ ബംഗാളും BJP സജീവമായി തന്നെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന സംസ്ഥാനങ്ങളാണ്. ഈ സംസ്ഥാനങ്ങളിൽ സാന്നിധ്യം വർദ്ധിപ്പിക്കാനും ഭരണം പിടിക്കാനുമുള്ള നീക്കം നടക്കുന്നുണ്ട്. അസം BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് നിലവിൽ. ആ തുടർഭരണം ലക്ഷ്യം വെച്ചുള്ള നീക്കമുണ്ട്. പോണ്ടിച്ചേരിയിലും സമാനമായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനങ്ങൾക്കായി കഴിഞ്ഞ ബജറ്റുകളിൽ പ്രതിപക്ഷം ഭരിച്ചിരുന്ന ഈ 3 സംസ്ഥാനങ്ങളെ അവഗണിച്ചിരുന്നു. കേരളം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളെ അവഗണിച്ചു എന്ന ആക്ഷേപം നിലനിൽക്കുന്നു. എന്നാൽ ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മാസങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങൾ മാത്രം മുമ്പാണ് ബജറ്റ് പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേക പദ്ധതികൾ, ഈ സംസ്ഥാനങ്ങളുടെ വികസനത്തിന് ഊന്നൽ നൽകുന്ന ജനക്ഷേമ പദ്ധതികൾ ഈ ബജറ്റിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ അടക്കം ഊന്നിക്കൊണ്ട് ഉള്ള പദ്ധതികൾക്ക് പുറമെ പ്രത്യേക പദ്ധതികൾ ഈ സംസ്ഥാനങ്ങളെ ലക്ഷ്യം വെച്ച് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായുള്ള ഒരു ആവശ്യമാണ് എയിംസ്. വർഷങ്ങൾക്ക് മുൻപേ തന്നെ അത് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇതുവരെയും 1 രൂപ പോലും എയിംസിനായി അനുവദിച്ചിട്ടില്ല. സ്ഥലം സംബന്ധിച്ചുള്ള ഒരു തീരുമാനം പോലും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടില്ല. തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ബജറ്റിൽ ഈ നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയ ആദ്യഘട്ടത്തിൽ 2014 മുതൽ തന്നെ കേരളം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യമാണ് എയിംസ് എന്നുള്ളത്. അത് ഇതുവരെയും പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ബജറ്റിൽ അത് പരിഗണിക്കപ്പെടാനുള്ള ഒരു സാധ്യത, അത്തരത്തിലൊരു പ്രതീക്ഷ കേരളത്തിന് ഉണ്ട്. കേരളത്തിൽ നിന്ന് 2 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭയുടെ ഭാഗമാണ് എന്നുള്ള സാഹചര്യവും ഉണ്ട്. ഇതെല്ലാം കൊണ്ട് തന്നെ എയിംസ് കേരളത്തിൻ്റെ ഒരു പ്രധാന പ്രതീക്ഷയാണ്. ഒപ്പം തന്നെയാണ് അതിവേഗ റെയിൽവേ പാത. അത് നേരത്തെ സിൽവർ ലൈൻ പദ്ധതി മുന്നോട്ട് വച്ചിരുന്നു കേരളമെങ്കിലും അതിന് BJPക്ക് അനുകൂലമായ നിലപാടല്ല. എങ്കിൽ പോലും കേന്ദ്രം ഈ വിഷയത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം തന്നെ റെയിൽവേ, ചരക്ക് നീക്കം എന്നീ മേഖലകളിൽ വികസനം കേന്ദ്രം രാജ്യവ്യാപകമായി തന്നെ ലക്ഷ്യം വെക്കുന്ന ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഈ കേരളത്തിനായി ഇത്തരത്തിലൊരു അതിവേഗ റെയിൽപാത അടക്കമുള്ള കാര്യങ്ങൾ ബജറ്റിൽ ഉൾപ്പെടുമോ എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇത്തരത്തിൽ നിരവധി പ്രതീക്ഷകൾ കേരളത്തിന് സമാനമായി തമിഴ്നാടിനും പശ്ചിമ ബംഗാളിനും മുന്നിലുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷങ്ങളിലായി 17,000 കോടി രൂപയോളം കേന്ദ്ര ഫണ്ട് ഇനിയും ലഭിക്കേണ്ടതുണ്ട്, കിട്ടാനുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. അത് ഒരു ഗ്രാൻഡായി അനുവദിക്കണമെന്ന ആവശ്യവും കേരളം കേന്ദ്രത്തിന് മുന്നിൽ നേരത്തെ വെച്ചിട്ടുണ്ട്. ഇതിൽ ഏതെല്ലാം ആവശ്യങ്ങൾ കേന്ദ്രം പരിഗണിക്കും എന്നുള്ളത് നിർണായകമാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ കേരളത്തിന്റെ കാലങ്ങളായുള്ള ആവശ്യങ്ങളിൽ അനുഭാവപൂർവമായ ഒരു നിലപാട് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് നിലനിൽക്കുന്നത്. ക്രിസ്റ്റീന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.